ജോസഫ് ഏട്ടന് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളിൽ ഇപ്പൊ ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ജോസഫ് ഏട്ടന് മാത്രം ഒരു സ്പെഷ്യൽ നമസ്കാരം? ജോസഫ് ഏട്ടൻ എന്ന് പറയുന്നത് എന്റെ വീഡിയോ പ്രത്യേകം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എടോ, തന്നോട് പറയാൻ എനിക്ക് ഒരു കാര്യമുള്ളൂ, താനൊന്ന് പോടോ. താൻ 75 അല്ല 75,000 കമന്റ് ഇട്ട് എന്റെ കമന്റ് ബോക്സിൽ പെറ്റ് കിടന്നാലും എനിക്ക് പറയാനുള്ളത് തനിക്ക് മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് താൻ വിചാരിക്കുന്നത് പോലെയല്ല, താൻ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നത് പോലെയല്ല. താൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ധൈര്യവും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യവും ഉണ്ടെന്ന് നല്ല ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് ഇതുപോലെ വീഡിയോ ഇടുന്നത്. തനിക്കൊക്കെ പൊള്ളുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. താനൊരു പായും തലയണയും എടുത്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിന്റെ ഒരു സൈഡിലായിട്ട് അവിടെ കുത്തിയിരുന്ന് തനിക്ക് ഇഷ്ടമുള്ളത് താൻ ഛർദ്ദിച്ചോ, എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. എന്നെ പോലെയുള്ള ഊളകളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കമന്റ് ബോക്സിൽ കാണാറുണ്ട്. പക്ഷെ തന്നെ പോലെ ഇത്രയും സൈക്കോയായ ഒരു വ്യക്തി ഹോൾ നൈറ്റ് ആയിരുന്നോ? തനിക്ക് ഇതിന് ആരാണ് പൈസ തരുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിവേ, തന്റെ വെള്ളയടിക്കലും പൂശലും ഒക്കെ നടക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് സത്യമാണെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ്. നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ സഹോദരിക്കും 2 മക്കൾക്കും വേണ്ടി കൂടുതൽ സംസാരിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ പറയാൻ എന്നെയൊക്കെ ഇവിടെ കൊണ്ടു നിർത്തുന്നത്. അനി എന്ന് പറയുന്ന സഹോദരി വളരെ ബ്രേവ് ആയിരുന്നു, വളരെ സ്ട്രോങ് ആയിരുന്നു, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതി തന്റെ മക്കളെ നന്നായി നോക്കി അവരെ നല്ല നിലയിൽ എത്തിക്കണമെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു. അതിന് നമുക്ക് ആർക്കും ഒരു സംശയമില്ല. കാരണം നമുക്കറിയാം എത്രമാത്രം ആളുകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. ആത്മഹത്യ ചെയ്തു, കൊല ചെയ്യപ്പെട്ടു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഈ കേസ്. എന്തുകൊണ്ടാണ്? സ്വന്തം വീട്ടിലാണെങ്കിലും ചെന്ന് കയറിയിടത്താണെങ്കിലും എല്ലായിടത്തും ഷൈനി പ്രതീക്ഷിക്കുന്നത് ഷൈനിക്ക് ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ ഷൈനിക്ക് എന്തെങ്കിലും വരുമ്പോൾ അവളെ സഹായിക്കാൻ, അവളുടെ കൂടെ നിൽക്കാൻ കുറെ ആളുകൾ ഉണ്ടാകുമെന്നാണ്. പക്ഷേ വിചാരിച്ച സ്ഥലങ്ങളിൽ നിന്നൊന്നും ഹെൽപ്പ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് പറയാതിരിക്കാൻ വയ്യ. ഇജാതി ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ ഈ ഫാദറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആറ്റിറ്റ്യൂഡ്. നിങ്ങളൊക്കെ കണ്ട വീഡിയോ തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങളെ ഒന്ന് വീണ്ടും ആ വീഡിയോ ഒന്ന് കാണിക്കുവാണ്, നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. കുടുംബശ്രീ അത് ഇവിടെ ഇങ്ങനെ തരുന്നത്, ഞാൻ അതിന്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് എന്റെ പിള്ളേർ ചെലവിനായിരുന്നു. ഇപ്പൊ ഈ 9 മാസവും പിള്ളേർ 3 പേരും കൂടിയാണ്. ഈ നോബി പറഞ്ഞത്, നോബി ഈ 3 ലക്ഷം രൂപ നിങ്ങളത് പിന്നെ നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ അവിടെ നിന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചെലവാക്കിയാണ്. അങ്ങനെ ഈ വീട്ടിൽ ചെലവാക്കാം. അവിടെയല്ലേ ഏറ്റവും വലിയ തെറ്റ്. കൂട്ടുകാർ പറഞ്ഞ അവിടെ തന്നെ ചെലവാക്കിയാണ്. ആ ബാക്കിൽ നിൽക്കണ അമ്മച്ചിയാന്ന് തോന്നുന്നു പാവം പിടിച്ച ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്ക് ജന്മം കൊടുത്തത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വിമാജിൻ ചെയ്യാൻ പറ്റുമോ? സ്വന്തം മകളും മരിച്ചതിന് ശേഷം 2 പേര് വന്നു നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് നടത്തുന്ന ഈ, ഞാൻ കപട നാടകം എന്ന് പറയാൻ പറ്റില്ല, കാരണം അവർ ശരിക്കും അതിൽ ജീവിക്കുകയാണ്. അവരുടെ മനസ്സിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. വളരെ സന്തോഷം, ഒരുമാതിരി ശല്യം ഒഴിഞ്ഞു പോയതുപോലെയുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇങ്ങനെയൊരു സപ്പോർട്ടാണ് ഷൈനി എന്ന് പറയുന്ന സഹോദരിക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നത്. പിന്നെ ഇഷ്ടംപോലെ ന്യൂസും കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം ഒരു ഹെൽപ്പും ഇവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ സഹോദരിയെ ആ റെയിൽവേ ട്രാക്ക് വരെ എത്തിക്കുന്നതിൽ ഇവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഈ തന്തപ്പിടി തന്നെയല്ലേ പറഞ്ഞത് ഷൈനി മരിച്ചു കഴിഞ്ഞപ്പോ ഷൈനിയുടെ ഫോൺ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആദ്യത്തെ ന്യൂസിലൊക്കെ നമ്മൾ കേട്ടത്. ഇങ്ങോര് പറഞ്ഞ കാര്യം പിന്നീട് ഈ ന്യൂസിൽ കേൾക്കുമ്പോ ഇങ്ങോര് പറയുന്നത് എന്താണ്? അയ്യോ, ആ ഫോൺ എവിടെ പോയിന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല. പിന്നീട് സൈബർ സെൽ അന്വേഷിക്കുമ്പോ എന്താ, ഫോണ് എല്ലാം ആ ഒരു പരിധിയിൽ തന്നെയുണ്ട്. ദാറ്റ് മീൻസ് ആ ഫോൺ ആ വീട്ടിൽ തന്നെയുണ്ട്. എന്തുകൊണ്ട് 1-2 ദിവസത്തേക്ക് ഈ ഫോൺ പൂത്തി വെച്ചു ഇങ്ങോര്? എന്തുകൊണ്ട് ഈ ഫോൺ പുറത്തേക്ക് വന്നില്ല? എന്തുകൊണ്ട് ഈ ഫോൺ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തില്ല? നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷൈനി എന്ന് പറയുന്ന വ്യക്തി വിദ്യാഭ്യാസമില്ലാത്തതോ അറിവും വിവരമില്ലാത്ത ഒരു വ്യക്തിയല്ല. ജീവിക്കാൻ വേണ്ടി അതായത് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ലൈഫിൽ തോറ്റുപോയൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോ ഈ ലോകത്തോട് ഒന്നും പറയാതെ പോകോ? നമ്മളോട് പറയാൻ, ഷൈനിയെ സ്നേഹിക്കുന്ന നമ്മളോട് പറയാം, ഡെഫിനറ്റ് ആയിട്ടും ഒരു തെളിവ് ഷൈനി ബാക്കി വെച്ച് തന്നെ പോകുള്ളൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും പ്ലാൻ ചെയ്ത് 2-3 ദിവസം മുമ്പ് റെയിൽവേ ട്രാക്കിൽ പോയി ഷൈനിയും പിള്ളേരെയും കൊണ്ടുപോയി, ചില ആളുകൾ പറയുന്നത് കൈൻഡ് ഓഫ് ഒരു ട്രയൽ തന്നെ, എന്ത് സംഭവിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷിച്ച് പ്ലാൻ ചെയ്തിരുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഒരു തെളിവുകളും അവശേഷിക്കാതെ, അതായത് ഒരു ആത്മഹത്യ കുറിപ്പ് പോലും എഴുതാതെ ഷൈനി ഈ ലോകത്തുനിന്ന് പോയിന്ന് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ?
ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പോ ഷൈനി അവശേഷിപ്പിച്ച ആ തെളിവ് എവിടെ പോയി? ഇവിടെയൊക്കെ നമുക്കൊരു ക്രിമിനൽ ബുദ്ധി പ്രവർത്തിച്ചത് കാണാൻ കഴിയും. അല്ലെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിയമങ്ങളൊക്കെ നന്നായി പഠിച്ച് നിയമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ നിയമങ്ങളെ വളച്ചൊടിക്കാം, തെളിവുകൾ എങ്ങനെ നശിപ്പിക്കാം എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അതാരാണ്? നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. പാതിരിയുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. 2008 ഇങ്ങൊരു അച്ഛൻ പട്ടം കിട്ടിയെന്നാ പറയുന്നത്. കാര്യം ചോദിക്കട്ടെ, ഒരു വ്യക്തി അച്ഛനായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഉത്തരവാദിത്വം എന്താണ്? ഡെഫിനറ്റ് ആയിട്ടും കുർബാന ചെല്ല, പ്രാർത്ഥിക്കുക, വിശ്വാസികളെ നയിക്കുക, കുഞ്ഞാടുകൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അത് പറഞ്ഞ് തിരുത്ത, അങ്ങനെയല്ലേ? അങ്ങനെ പള്ളിവക കാര്യങ്ങളൊക്കെ നോക്കി ഇനി അതുക്കും മേലെ വല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിനും വലിയ പൊസിഷനിലിരിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കല്ലേ വേണ്ടേ? അല്ലാതെ അനിയന്റെ കുടുംബ കാര്യങ്ങളിൽ ഇടപെട്ട് അനിയന്റെ പെണ്ണിനിട്ട് എങ്ങനെ പണി കൊടുക്കാം, അവരെ എങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാം. എത്ര തെളിവുകളാണ് നിങ്ങൾ നോക്ക്. കുടുംബശ്രീയിൽ നിന്ന് ആ പാവം പെണ്ണിനെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്നു. ഈ പാതിരിയുടെയും ഈ നോബിയുടെയും അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി ആ എടുത്ത ക്യാഷ് ഇവന്മാര് തിരിച്ചടയ്ക്കാൻ ആ പെണ്ണിന് ഒരു സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവരൊക്കെ ചേർന്ന് ഇവരൊക്കെ ഒന്നും പൈസ തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ആ കുടുംബശ്രീ അംഗങ്ങൾ അവർക്കെതിരെ കേസ് കൊടുക്കുന്നു. കേസ് കൊടുത്തിട്ടും ഒരു കോംപ്രമൈസ് ടോക്കിനെ വിളിക്കുമ്പോ പോലും ഈ വൃത്തികെട്ട പാതിരി ഇവനെയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാതിരി ഒന്നും വിളിക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല. ഇവൻ എന്താണ് പറഞ്ഞത്? കേസിന്റെ വഴിക്ക് പോകട്ടെ. ഒരു പാവം പെണ്ണിനെ ഒരാള് ഹെൽപ്പില്ലാതെ ഒരു ജോലി കിട്ടാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയോ ക്വാളിഫിക്കേഷനോ ഇല്ലാത്തത് കൊണ്ടല്ല. ഇവന്മാരെ പോലുള്ള നീചന്മാര് എവിടെ പോയി ആ പെണ്ണൊരു ജോലി കിട്ടാൻ ശ്രമിച്ചാലും ഓരോരോ ഉഡായിപ്പുകൾ പറഞ്ഞ് ആ ജോലി ഇല്ലാതാക്കും. ഇപ്പൊ പറയുന്നു അയ്യോ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഈ വക മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും കൊണ്ട് ഒരാളും എങ്ങോട്ടും വരണ്ട. ഒരു ക്വാളിഫിക്കേഷനും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എത്ര ആളുകൾക്കാണ് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് നേരിട്ട് പഠിച്ചു കഴിഞ്ഞേക്കാൾ മുമ്പ് തന്നെ ജോലിയും പൊസിഷനും കൊടുക്കണം. എത്ര ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലുണ്ട്, കൃത്യമായി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ കുറെ ലെറ്ററുകളും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ കൊണ്ട് കുറെ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, അപ്പൊ ഈ പാതിരി ആ ഒരു ജോലി കിട്ടി ആ പെണ്ണിന് ജീവിക്കാനോ ആ പിള്ളേരെ പഠിപ്പിക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നിനും സമ്മതിക്കാതെ ഇവരുടെ പിറകിലൂടെ നടന്ന് ഒരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടി വിളിച്ചപ്പോ പോലും ഇങ്ങോര് പറഞ്ഞത് ആ കേസ് കോടതിയിലേക്ക് പോകട്ടെ എന്നാണ്. ഇങ്ങോരുടെ അപ്പനെ ചികിത്സിക്കാൻ വേണ്ടി എടുത്ത ക്യാഷ് ആ പാവം പെണ്ണിനെ കൊണ്ട് അടപ്പിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഷൈനി എന്ന് പറയുന്ന സഹോദരി അതും ചെയ്യുമായിരിക്കാം. പക്ഷേ ഒരു ജോലിയില്ലാതെ എങ്ങനെ ചെയ്യും? അഭിമാനമുള്ള ഒരു സ്ത്രീ തെണ്ടാൻ പറ്റോ റോഡിലിറങ്ങിയിട്ട്? അപ്പോഴും ഇവന്മാര് പറയത്തില്ലേ, ഈ വെള്ളയിട്ട സാധനം പറയത്തില്ലേ, അയ്യോ ഞാനൊരു അച്ഛനായി നിൽക്കുമ്പോ നീ തെണ്ടാൻ ഇറങ്ങി എന്ന് പറയത്തില്ലേ? ആ സ്ഥിതിയിൽ കൊണ്ട് നിർത്തത്തില്ലേ? അപ്പൊ ഇവന്മാരുടെയൊക്കെ എത്രമാത്രം ക്രൂരതകൾ സഹിച്ചിട്ട് വേണം ആ സഹോദരി ഈ ലോകത്ത് നിന്ന് സ്വന്തം മക്കളെയും കൊണ്ട്. നിങ്ങൾ വീണ്ടും എന്റെ കമന്റ് ബോക്സിൽ വന്നിരുന്നു കൊണ്ട് വൃത്തികേട് എഴുതുന്ന വൃത്തികെട്ടവന്മാരോട് ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റോ? താൻ പ്രസവിച്ച തന്റെ 2 മക്കളെ ചേർത്ത് പിടിച്ച് വെളുപ്പാങ്കാലത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ സഹോദരി പോകണമെങ്കിൽ 10ഉം 7ഉം വയസ്സുള്ള 2 മക്കളെ ചേർത്ത് പിടിച്ച് ആ ട്രെയിനിന് മുമ്പിൽ നിൽക്കണമെങ്കിൽ പാഞ്ഞു വരുന്ന ട്രെയിൻ ഏത് നിമിഷവും തങ്ങളുടെ ജീവൻ എടുക്കുന്നു മനസ്സിലാക്കിയിട്ട് ആ 3 ആളുകള് അവിടെ നിൽക്കണമെങ്കിൽ ചെറിയ ധൈര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ജീവിതം മടുത്തിട്ടല്ല അവരത് ചെയ്തത്, ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട്, ഒരു നിലയ്ക്കും ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവരത് ചെയ്തത്. അല്ലാതെ ഈ ലോകത്ത് ജീവിച്ച് എല്ലാ സുഖങ്ങളും അങ്ങനെ പോയൊരു വ്യക്തികളല്ല അവര്. ആ കുഞ്ഞു മക്കൾ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല വിഷമമുണ്ട്. ഞാനൊരു അമ്മയാണ്. ഡെഫിനറ്റ് ആയിട്ടും ഇത് പറഞ്ഞ് തന്നെ പോകത്തുള്ളൂ. ആരും വന്ന് കുറച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി എനിക്ക് പറയാനുണ്ട്, കാര്യങ്ങൾ പറയാം. ഷൈനിയുടെ 2 ആങ്ങളമാരുണ്ടെന്നാ പറയുന്നത്. ഇവന്മാരൊക്കെ എവിടെയാന്ന് പോലും അറിയത്തില്ല. പറഞ്ഞു കേൾക്കുന്നു, ഫ്യൂണറലിന് വന്നു, അപ്പൊ തന്നെ മുങ്ങീന്നാ കേൾക്കുന്നേ. നാണമുണ്ടാ നിങ്ങൾക്ക്? 2 ആങ്ങളമാര് വിദേശത്തുണ്ടെന്ന് പറയുന്നു. ഇവന്മാരുടെ പേരില്ല, ഊരില്ല, ഒന്നുമില്ല. സ്വന്തം സഹോദരിക്ക് ഇതുപോലൊരു ആപത്ത് വന്നിട്ട് വായി തുറന്ന ഒരു കാര്യം പറയാൻ കഴിവില്ലാതെ ഒരു കേസ് കൊടുക്കാൻ നട്ടലില്ലാത്ത നിങ്ങളൊക്കെ എന്ത് ആങ്ങളമാരാണ്? നിങ്ങളെ കുറിച്ച് ഒരു ന്യൂസിലും വന്നിട്ടില്ല. എത്ര നാള് നീയൊക്കെ മാറിയിരിക്കും? എത്ര നാള് നിങ്ങളൊക്കെ ഒളിച്ചിരിക്കും? ഞാനെന്ന് പറയുന്ന അബ്സല്യൂട്ട്ലി സ്ട്രേഞ്ചർ ആയ ഒരു പേഴ്സണെ എനിക്ക് തോന്നുന്ന ഒരു വിഷമം പോലും നിങ്ങൾക്ക് തോന്നുന്നില്ല. കൂടപ്പുറപ്പല്ലേ,
കൂടെ ജനിച്ചതല്ലേ, ഒരമ്മയ്ക്കും അച്ഛനും ഉണ്ടായതല്ലേ. നിങ്ങൾക്ക് ഫാദർ ബോബി ചേരിയലിന്റെ നിയമങ്ങളെ പേടിയായിരിക്കാം, അയാളുടെ പവറിനെ പേടിയായിരിക്കാം. പക്ഷെ എന്നെ പോലെ ഒരു സാധാരണ സ്ത്രീക്ക് അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ ആളുകളും വളരെ ശക്തമായി തന്നെ നിങ്ങളുടെ സമയം എടുത്ത് തന്നെ നമ്മുടെ വീഡിയോസിന് കമന്റ് ഇടണം, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം, മാക്സിമം ആളുകളിൽ വീഡിയോ എത്തണം. നമ്മൾ ആരും മിണ്ടാതിരുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പാതിരിക്കെതിരെ വീഡിയോ ചെയ്യാതെ 2 ദിവസം നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഈ പാതിരി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. ശക്തമായ പ്രതികരണങ്ങൾ വേണം. എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിലുണ്ടല്ലോ, ഇപ്പൊ ഒരു 2-3 ഈ ജോസഫുമാര് വന്നാലൊന്നും നമ്മുടെ വായടയ്ക്കാനോ നമ്മളെ മിണ്ടാതാക്കാനോ ഇവമാർക്കൊന്നും കഴിയില്ല. അപ്പൊ മാക്സിമം ആളുകള് നമുക്ക് കമന്റ് ചെയ്യുക. സ്ത്രീയുടെ നല്ല സൂക്കേടായിരുന്നു, കാരണം കേസിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് കേസിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, ആ ശൈലി എന്ന് പറയുന്ന സഹോദരിക്ക് ആ പൈസ തിരിച്ചടയ്ക്കാനായിട്ട് ഒരു മാർഗവുമില്ല. കാരണം ആ എല്ലാ മാർഗങ്ങളും ഇവര് തന്നെ അടയ്ക്കും. അപ്പൊ അവസാനം അതിനെ പിടിച്ച് ജയിലിലിടെ, അതിനെതിരെ ശിക്ഷ കിട്ടുകയൊക്കെ ചെയ്യും. എങ്ങനെയൊക്കെ ആണെങ്കിലും ആ സ്ത്രീനെ ഇവരിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. മരിച്ചുപോയ സഹോദരിക്കും ആ 2 മക്കൾക്കും നമുക്ക് ചെയ്യാവുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. അതിനിപ്പോ ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ കുറച്ചാലും നമ്മൾ അത് കണ്ടിന്യൂ തന്നെ ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയി നമ്മൾ തിരിച്ചു വരും.